ഹായ്, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഒരു ഇൻറ്റീരിയർ റീസ്റ്റോറേഷൻ പ്രൊജക്റ്റാണ്. ഇതൊരു ബ്രാൻഡ് ന്യൂ ഇൻഡിപെൻഡൻറ്റ് വില്ലയായിരുന്നു. റെഡി ടു മൂവ് ഇൻ സിറ്റുവേഷനിൽ ക്ലയൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്തൊരു പ്രൊജക്റ്റാണ്. പക്ഷേ ക്ലയൻറ്റിൻ്റെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ചല്ലായിരുന്നു അതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അത് ആ ഒരു ഇൻറ്റീരിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലയൻറ്റ് പർച്ചേസ് ചെയ്ത ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ പ്രിഫറൻസ് അനുസരിച്ചല്ലായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ടോട്ടലി അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ തന്നെ റീഡൂ ചെയ്യുകയായിരുന്നു. ഇതൊരു 2300 സ്ക്വയർ ഫീറ്റിൽ എറണാകുളത്ത് തൃക്കാക്കരയിലാണ് ഈ പ്രൊജക്റ്റ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ബാക്കി അകത്തെ വിശേഷങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ അകത്തെ ഏരിയ. ഇത് ഫാമിലി ലിവിങ് ഏരിയ, ഇത് ഡൈനിങ്, അവിടെ ഒരു ബെഡ്റൂമുണ്ട്, അത് ഡ്രോയിങ് റൂം, അവിടെ നിന്നാണ് എൻട്രി ചെയ്തിൻ്റെ. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ഇതൊരു ബെഡ്റൂമായിരുന്നു ആക്ച്വലി. ആ ബെഡ്റൂമിൻ്റെ ഡോർ അവിടെയായിരുന്നു. ഇത് ആ ബെഡ്റൂമിൻ്റെ വാഷ്റൂമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബെഡ്റൂം കിച്ചനായിട്ട് കൺവേർട്ട് ചെയ്തു. താഴെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു, ഒറ്റ ബെഡ്റൂമാക്കി. എന്നിട്ട് ഇതായിരുന്നു പഴയ കിച്ചൺ. ആ കിച്ചൺ നമ്മൾ ഇവിടെ വോളുണ്ടായിരുന്നു, ഈ ഭാഗത്ത് കിച്ചൻ്റെ വോളും ഇവിടെ ഡോറുമായിട്ടായിരുന്നു. അത് നമ്മൾ ഫുള്ളി ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് ഡൈനിങ് ആക്കി. ഇവിടെ നിന്ന് കിച്ചൻ്റെ എൻട്രി ആക്കി. ഇതൊരു ഓപ്പൺ കിച്ചനാക്കി. അവിടെ നിന്നുള്ള ആ ഡോറ് ക്ലോസ് ചെയ്തു. അതൊരു കോമൺ വാഷ്റൂമാക്കി. ഇവിടെ കിച്ചൻ്റെ ചെറിയ വിൻഡോസൊക്കെ ആയിരുന്നു, അത് നമ്മൾ മാറ്റി വലിയ വിൻഡോസാക്കി. ഇതാണ് കിച്ചൻ്റെ കിച്ചണിലേക്കുള്ള എൻട്രി. ഇതാണ് ഇതിൻ്റെ ഓപ്പൺ കിച്ചൺ ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബെഡ്റൂമായിരുന്നു, ഇവിടെ വോളുമായിരുന്നു. അപ്പോൾ നമ്മളത് ഓപ്പൺ അപ്പ് ചെയ്തു. ഇവിടുന്ന് നമുക്ക് ആ സൈഡിൽ ചെറിയൊരു പ്രൈവറ്റ് റോഡാണ്. തൊട്ടപ്പുറത്ത് തന്നെ വേറെ പ്ലോട്ടുമാണ്. ഇത് ഈസ്റ്റ് ആ സൈഡാണ്. അപ്പോൾ ഈസ്റ്റ് ആ സൈഡ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒരു വിൻഡോ ആയിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ബാക്കിൽ വർക്ക് ഏരിയ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വൃത്തിയായിട്ടൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം വർക്ക് ഏരിയ എപ്പോഴും നീറ്റായിട്ട് കിടക്കണമെന്നില്ലല്ലോ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഫ്രോസ്റ്റഡ് ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. ഗ്രില്ല് വിത്ത് ഫ്രോസ്റ്റഡ് ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, ഡേ ലൈറ്റിലൊക്കെ ലൈറ്റ് കയറുകയും ചെയ്യും. അപ്പുറത്തെ സൈഡ് റോഡായതുകൊണ്ട് എപ്പോഴും നമുക്ക് അവിടെ ലൈറ്റ് ഉണ്ടാകും. അപ്പോൾ ആ സൈഡിൽ നമ്മൾ വേറൊരു വിൻഡോ കൂടി കൊടുത്തു. ഈ സൈഡ് ഇതിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി വർക്ക് ഏരിയയിലേക്ക് ഉള്ള എക്സിറ്റാണ്. ഇതിപ്പോൾ ഡൈനിങ്, ഒരു 6 സീറ്റർ ഡൈനിങ്. ഇതാണ് ഫുള്ളി ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാ സംഭവവും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ മുമ്പ് ഏതായിരുന്നു ഓരോ സിറ്റുവേഷൻസ് എന്നുള്ളതിൻ്റെ ഇതും ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോട്ടലി ചെയ്തിട്ടുള്ള മേക്ക് ഓവറിൻ്റെ ഇതും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം.